ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 3 ഫേസ് ഡി ബി നമ്മളാണ് വീടുകളിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ സെലക്ടർ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സെലക്ടർ മാത്രമാണ് നമ്മളത് പരിചയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ 3 ഫേസ് ഡി ബി വരുന്നത്. അപ്പോൾ 3 ഫേസ് ഡി ബിയിൽ നമ്മൾ ഈ പറഞ്ഞ സെലക്ടർ വയ്ക്കുന്നത് ഈ ഏരിയയിലാണ് സെലക്ടർ വയ്ക്കുന്നത്. അതായത് 3 ഫേസ് വരുന്നതിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 ഫേസ് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ടർ ടൈപ്പ് ഡി ബി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ സെലക്ടർ യൂസ് ചെയ്യുന്നത്, അതായത് 3 ഫേസ് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ, KCB കട്ടായി കഴിഞ്ഞാൽ ആ സെക്ഷനിലുള്ള KCBയിൽ വർക്ക് ചെയ്യുന്ന, അതായത് നമ്മുടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സെക്ഷനിൽ റൂമുകളായിരിക്കാം, ഏതെങ്കിലും കിച്ചൺ ഏരിയ ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ മാത്രം കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സെലക്ടറിൽ വരുന്ന ആ പറയുന്ന റോട്ടറി സ്വിച്ച് തിരിച്ച് ഏതെങ്കിലും ഉള്ള ഫേസ് ഉള്ളതിലേക്ക് തിരിച്ചിട്ടാൽ നമുക്ക് അവിടേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന സെലക്ടർ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത ടൈപ്പ് നമ്മൾ TPN ഉപയോഗിച്ചാൽ ഏത് ഏരിയയിലാണോ കറണ്ട് ഇല്ലാത്ത, ഏത് ഫേസിലാണോ കറണ്ട് ഇല്ലാത്ത ആ ഫേസിലുള്ള വർക്ക്, ആ ഫേസിൽ വരുന്ന കണക്ഷൻസ് സർക്യൂട്ടുകളിലൊന്നും സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓൾറെഡി സിംഗിൾ ഫേസും 3 ഫേസ് ഉണ്ടായിട്ട് വലിയ കാര്യം വരുന്നില്ല. സെലക്ടർ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫേസ് കട്ടായ, ഒരു ഫേസ് കട്ടായ ഫേസിൽ വരുന്ന സപ്ലൈ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെലക്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും, ഓരോ സെലക്ടറും 3 ഫേസ് നമുക്ക് സെലക്ട് ചെയ്യാം. 0, R, Y, B എന്ന് പറയുന്നത് 3 കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് സെലക്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സാധാരണ നമ്മൾ ഇടുന്നത് ഏറ്റവും മുകളിൽ R ഇടും, രണ്ടാമത്തേൽ Y ഇടും, മൂന്നാമത്തേൽ B ഇടും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യണമെങ്കിൽ 3 ഫേസും, അതായത് 3 ഫേസ് നമ്മുടെ ELCB അല്ലെങ്കിൽ RCCBയുടെ ഔട്ടാണ്. നമുക്കിത് നേരെ വരുന്നത് 3ലേക്കും കണക്ട് ചെയ്യണം. എല്ലാം ലിങ്ക് ചെയ്ത് ഇതിന് ഔട്ടാണ് നമുക്ക് ഈ വരുന്നത്. അത് ഔട്ടുകൾ വരുന്നുണ്ട്. ഇത് നമ്മൾ വരുന്ന ഇന്നാണ് വരുന്നത്. അത് 3 സെലക്ടറിലേക്കും സെപ്പറേറ്റ് 3 ഫേസ് വരും. 6 ഏറ്റവും മുകളിലത്തെ ഫേസിലേക്ക് വരും. അതിനുശേഷം രണ്ടാമത്തേലും കണ്ടോ, രണ്ടാമത്തേൽ ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന 3 ഫേസ് വന്നിട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് അതിന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3 ഫേസും 3 ലിങ്കറിലേക്ക് വരും. ഇനി ഇതിൻ്റെ ഔട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമുക്ക് ഇന്ന് വരുന്ന 3 നേരെ RCCBയുടെ അല്ലെങ്കിൽ RCCBയുടെ അല്ലെങ്കിൽ ELCBയുടെ ഔട്ടിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ 3 ഫേസും സെലക്ടറിലേക്ക് വന്നു. ഈ 3 ഫേസിൽ നമുക്ക് ഏത് ഫേസ് വേണ്ടത് സെലക്ട് ചെയ്യേണ്ട ഔട്ടാണ് നമുക്ക് ഈ വരുന്നത്. കണ്ടോ, റെഡ് എന്ന് പറയുന്ന ഫേസ്, യെല്ലോ എന്ന് പറയുന്ന ഫേസ്, ബ്ലൂ എന്ന് പറയുന്ന ഫേസ്, അതിൻ്റെ ഔട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഔട്ടുകൾ വരുന്നുണ്ട്. ഈ ഔട്ട് വരുന്നത് നേരെ വരുന്ന ഓരോ വയറും വരുന്നത് നേരെ നമ്മുടെ MCBയുടെ സെക്ഷനിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് കണ്ടോ, നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. സപ്ലൈ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇൻഡിക്കേഷൻ, അതായത് സപ്ലൈ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിനൊരു ഇൻഡിക്കേഷൻ ഉണ്ടാവും, അതിനൊരു സപ്ലൈ ഉണ്ടാവും, പിന്നെ അതിനൊരു ന്യൂട്രൽ ഉണ്ടാവും. അതായത് ഈ ന്യൂട്രൽ കോമൺ ആയിട്ട് വരുന്ന ഏരിയയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അതായത് RCCBയുടെ ഔട്ടിൽ തന്നെ ന്യൂട്രൽ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്നത് കണ്ടോ, ഇതിൽ നിന്നും LED തന്നെ ഓരോ ഔട്ടിൽ നിന്നുമാണ്, അതായത് നമ്മുടെ ഈ പറയുന്ന ഔട്ട് സെക്ഷനിൽ നിന്നുമാണ് LED കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കോമൺ ന്യൂട്രൽ വന്നതിന് ശേഷം കോമൺ ന്യൂട്രലിലേക്ക് നമ്മുടെ DBയിലുള്ള കോമൺ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യും. അതിനെക്കുറിച്ച് അറിയണമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇപ്പോൾ ഇതിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല, നമുക്ക് വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന സെലക്ടർ സ്വിച്ചിൻ്റെ സെക്ഷൻ വരുന്നത്. ഒരു കാര്യം മറക്കണ്ട, നമ്മൾ സാധാരണ TPN DB യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സെലക്ടർ ഇല്ലാത്ത DB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസ് നമ്മുടെ വീട്ടിൽ കട്ടായി കഴിഞ്ഞാൽ ആ സെക്ഷനിൽ കറണ്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ സെലക്ടർ ടൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ടർ ടൈപ്പിൽ നമുക്ക് ഏത് സെക്ഷനിലേക്ക് വേണമെങ്കിലും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ആ സെക്ഷനിൽ കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതല്ലാതെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലുള്ള DBയും വരുന്നുണ്ട്. ഈ സെലക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത് മാറുന്ന രീതിയിലുള്ള DBയും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.